ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഹെൽത്തിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് ഹെൽത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി അതിനെങ്ങനെയൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നൊരു കാര്യം പറയട്ടെ. നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാക്ക് എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, നമുക്ക് കുറേ വിശ്വാസങ്ങളും വികാരങ്ങളും കോൺഫിഡൻസ് കുറവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഇതൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ മിക്സഡ് ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാം. അതായത് നമ്മൾ ഭയങ്കര ഭീതി അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് അത് ദുർബലപ്പെടുത്തും. നേരെ മറിച്ച് ഭയങ്കര സന്തോഷവും നല്ല കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ശരീരത്തിൻ്റെ ഹീലിംഗ് പ്രക്രിയ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗം, മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ബേസിക് പറയാനുള്ള വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. പിന്നെ വേറെ കാര്യം എന്ന് പറയാനായിട്ടുള്ളത്, ചിലർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും, ഭയങ്കര ട്രസ്റ്റായിരിക്കും. എന്തുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനായിട്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കും, ആര് പറയുന്ന ഒപ്പീനിയൻസും കേൾക്കില്ല, അങ്ങനത്തെ ഭയങ്കര ട്രസ്റ്റുള്ള കുറേ വ്യക്തികളുണ്ടായിരിക്കും. അവർക്ക് എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അതിൽ നിന്നും മോചനം കിട്ടാൻ അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാനായിട്ട് പറ്റും. അതിൽ ഹെൽത്തിലുള്ള രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുള്ളൊരു കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ബുക്കുകളൊക്കെ വായിച്ച് നിങ്ങൾക്ക് കുറേ മെച്ചപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ട്രസ്റ്റ് വഴി, ഭയങ്കര വിശ്വാസം വഴി, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ഭയങ്കര ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര കുറച്ചുകൂടി പോസിറ്റീവ് ആണല്ലോ, നമ്മളെപ്പോലെ ഒന്നും അല്ലല്ലോ എന്നുള്ളൊരു സംഭവമാണ് അവിടെ വരുന്നത്. അങ്ങനെ അവർക്ക് ഒരുപാട് രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പോസിറ്റീവ് ചിന്താഗതി കൊണ്ട് അവരുടെ രോഗങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അടുത്തത്, ആരോഗ്യത്തിന് നമ്മൾ പ്രയോഗിക്കാവുന്ന മാർഗങ്ങൾ. നമ്മൾ എപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മുടെ വായിലൂടെ പറയുമ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ വരും. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാണ്ട് നമ്മുടെ വാ തുറന്നങ്ങോട്ട് പറയും. പക്ഷെ നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് എല്ലായ്പ്പോഴും സുഖം കുറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മൾ പറയുമല്ലോ, എനിക്ക് എപ്പോഴും അസുഖങ്ങളാണ്, എനിക്ക് തീരെ വയ്ക്കുക, അങ്ങനെ പറയില്ലേ. അങ്ങനെ പറയാതെ, അതായത് എനിക്ക് എല്ലായ്പ്പോഴും സുഖം കുറയുന്നു അങ്ങനെ പറയാതെ, എൻ്റെ ശരീരം സ്വാഭാവികമായി സുഖപ്പെടുന്നു എന്ന് പറയാം. എൻ്റെ ശരീരം സ്വാഭാവികമായി സുഖപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരും. അടുത്തത്, നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കുക. അതായത് ഹെൽത്താണല്ലോ ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അഫർമേഷൻസ് നോക്കുക, അല്ലെങ്കിൽ അത് എഴുതി വെച്ചിട്ട് വായിക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ പ്ലേ ചെയ്ത് കേട്ടാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ 2 അഫർമേഷൻസ് ഇവിടെ പറയാം കേട്ടോ. അത് ഒരെണ്ണം തന്നെ 2 പ്രാവശ്യമായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾക്ക് പിന്നെയും അതൊന്ന് മൈൻഡിൽ തട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഉന്മേഷത്താലും ആരോഗ്യത്താലും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഉന്മേഷത്താലും ആരോഗ്യത്താലും നിറഞ്ഞിരിക്കുന്നു. നല്ലതല്ലേ? കുറച്ചുകൂടി ഞാനെല്ലാം തികഞ്ഞതാണ്, അല്ലെങ്കിൽ എനിക്കെല്ലാം പറ്റും, എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നിപ്പിക്കില്ലേ അത്. രണ്ടാമത്തത്, എനിക്ക് ഈ മനോഹരമായ ആരോഗ്യകരമായ ശരീരത്തിന് നന്ദിയുണ്ട്. അതായത് എനിക്കുള്ള ഈ മനോഹരമായ ആരോഗ്യകരമായ ശരീരത്തിന് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ നന്ദി പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അതാണ് സംഭവം. അപ്പോൾ ഈ 2 അഫർമേഷൻസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നിങ്ങൾ വെച്ചാൽ വയ്യാത്ത ആളെന്നൊന്നും അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഹെൽത്ത് വേണമല്ലോ, എന്നാലേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അഫർമേഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയാനായിട്ടുള്ളത് വിഷ്വലൈസേഷൻ. അതായത് ഒരു വേദന ഇല്ലാത്ത ലൈഫ്. ഹെൽത്ത് അസുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വേദനയാണ്. അപ്പോൾ വേദന ഇല്ലാത്ത ലൈഫ്, കൂടെ നമ്മുടെ
വിത്ത് ദ ഓൾ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നതും ചിരിക്കുന്നതും വേദന ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലൊന്നുമല്ല നമ്മളെ റൂമിൽ. നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു ജീവിതം നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, അങ്ങനെ മനസ്സിൽ ഉൾക്കണ്ണിൽ കാണുക. അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്തത്, നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറയാമെന്ന് പറയുന്നത്. നമ്മുടെ ബോഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, 2 എക്സാമ്പിൾ പറയാം. എൻ്റെ ഹൃദയത്തിന് നന്ദി, ഇതെനിക്ക് പ്രാണൻ നൽകുന്നു. രണ്ടാമത്തത്, എൻ്റെ ശ്വാസകോശത്തിന് നന്ദി, ഇതെനിക്ക് ശുദ്ധമായ വായു നൽകുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ബോഡിക്ക് പറ്റിയിട്ടുള്ള 2 ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇത് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. അടുത്തത്, ലാസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത്, ടേക്ക് ആക്ഷൻ എടുക്കുക. ഇപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സിനോടും ദൈവത്തിനോടും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഫുഡ്. നമ്മൾ നല്ല രീതിക്കുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ജങ്ക് ഫുഡും ഇങ്ങനെയൊക്കെ പോകുന്ന കാലമാണല്ലോ. അപ്പോൾ നമ്മൾ അസുഖം വരുന്നതിന് മുന്നേ അതിന് ഒരു പ്രിക്കോഷൻ എടുക്കണ പോലെ ആണ് നല്ല ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്കുള്ള ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അതൊരു നമ്മൾ എടുക്കുന്നൊരു ആക്ഷനാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. പിന്നെ എക്സസൈസ്, വ്യായാമം എന്നും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എന്നും നമ്മളുടെ ബോഡി ഒന്ന് അനക്കാനായിട്ട് ശ്രമിക്കുക, ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, നമ്മളെ ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക, നല്ല ഉറക്കം കൊടുക്കുക. ഉറങ്ങിയാലേ നമുക്ക് പിറ്റേ ദിവസം എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റെസ്റ്റ് കൊടുക്കുക. പിന്നെ അടുത്തത് വാട്ടർ, വെള്ളത്തിൻ്റെ ഒരു ഇത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും വെള്ളം ഇൻടേക്ക് എപ്പോഴും വേണം. അപ്പോൾ വെള്ളം എപ്പോഴും കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആക്ഷൻസ് എടുക്കാന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്കൊരു ആരോഗ്യം ഉണ്ടല്ലോ, ആ ആരോഗ്യം തന്നതിന് നമ്മൾ നന്ദി പറയാം. പിന്നെ നമുക്ക് ഇനിയുള്ള ആരോഗ്യത്തിന് വേണ്ടി, ഇനിയുള്ള ആരോഗ്യം കിട്ടാനായിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനത്തെ നമ്മുടെ ഭാവിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യം മാത്രമാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് കുറച്ചൊക്കെ മെച്ചപ്പെടാനായിട്ട് പറ്റും. ഇത്രയുള്ളൂ പറയാനായിട്ട്. ഇതാണ് ഹെൽത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അത്യാവശ്യം ഓക്കെ ആയി നമ്മളെപ്പോലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും കൂടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. അടിച്ചു പൊളിക്കുക. നല്ല എപ്പോഴും എക്സസൈസൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് നന്നായി ഉറങ്ങാനൊക്കെ ആയി ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ലൊരു റൂട്ടീൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരേക്കും